ഹായ് ഹലോ ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ഞാനിവിടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തിട്ട് നല്ലപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു അര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. ഷുഗർ ഒന്ന് കാരമലൈസായി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് നീങ്ങിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കുമ്പോഴേക്കും അതിലത്തെ കട്ടകളൊക്കെ അലിഞ്ഞ് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പൊടിച്ച പഞ്ചസാര ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു 3/4 കപ്പോളം കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ ഒരു കപ്പോളം കശുവണ്ടിയും ബദാമും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ ഇത് നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണോണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളിതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും പഞ്ചസാര ഒക്കെ ഒരു ഒറ്റ നൂൽപ്പരിവായിട്ട് മാറും കേട്ടോ. അതല്ല നമ്മൾ അതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിൽ പോയി കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒറ്റ നൂൽപ്പരിവ് ആവണ വരെ ഇത് തിളപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി മുട്ടയ്ക്ക് പകരം നമുക്ക് തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അധികം നേരിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ മൈദ ഒക്കെ നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് 1 ടീസ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ തന്നെ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം തന്നെ ഞാൻ ഓവണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് മേൽഭാഗത്ത് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കണില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. എൻ്റെ ഓവനിൽ ഒരു 160 ഡിഗ്രിയിൽ 50 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഇത് ബേക്കായി കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.